ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മെയ് 14 ചൊവ്വാഴ്ച സപ്തമി തിഥിയാണ്. സപ്തമി തിഥി ആരംഭിക്കുന്നത് 2024 മെയ് 14 രാവിലെ വെളുപ്പിന് 2:50 മുതൽ മെയ് 15 4:19 PM വൈകുന്നേരം 4:19 വരെയാണ്. ഈ സപ്തമിക്ക് വലിയ വിശേഷമുണ്ട്. ഈ സപ്തമി ഗംഗാ സപ്തമിയായിട്ടാണ് ആചരിക്കുന്നത്. ഗംഗാദേവി പുനർജനിച്ച ദിവസമാണ് ഈ ദിവസമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഗംഗാ ജയന്തി എന്ന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് ഗംഗാദേവി പുനർജനിച്ചതെന്ന്. ഗംഗാദേവി നമുക്കറിയാം ദേവലോകത്തെ പുണ്യനദിയാണ്. ആ ദേവലോകത്തെ പുണ്യനദി ഭൂമിയിലേക്ക് വന്നതാണ്. ഭൂമിയിലേക്ക് ഡയറക്റ്റായിട്ട് പതിക്കുമ്പോൾ ഭൂമിക്ക് ഈ ദേവിയുടെ ഭാരം, ഗംഗാദേവിയുടെ ആ ഭാരം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ആദ്യം മഹാദേവൻ ഇത് തൻ്റെ ജടയിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം അവിടെ നിന്നാണ് പിന്നീട് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ദേവലോകത്തെ പുണ്യനദിയായ ഗംഗാദേവി ഭൂമിയിലേക്ക് വന്നത്? ഭഗീരഥൻ തപസ് ചെയ്തിട്ടാണ് ഗംഗാദേവിയെ കൊണ്ടുവന്നത്. തൻ്റെ പൂർവികരുടെ ശപിക്കപ്പെട്ട ആത്മാക്കളെ ശുദ്ധീകരിക്കാൻ, അവർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ കഥ നിങ്ങൾക്കറിയാൻ മേലെങ്കിൽ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്കത് പറഞ്ഞു തരാം. അങ്ങനെ ഭഗീരഥൻ്റെ തപസ്സിനാലാണ് ദേവി ഭഗീരഥൻ്റെ പൂർവികരെ ശപിക്കപ്പെട്ട ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗംഗാദേവി ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഗംഗാദേവി ഭൂമിയിലേക്ക് വന്നത്. ഭഗവാന്റെ മഹാദേവൻ്റെ ശിരസിലേക്ക്, ജടയിലേക്ക് ആദ്യം പതിക്കുകയും അവിടെ നിന്നും വീണ്ടും ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗീരഥൻ്റെ രാജ്യത്തിലേക്ക് ഗംഗാദേവി ഒഴുകുകയാണ്. എന്തിനാണ്? ഈ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒഴുകുന്നത്? ശക്തമായ ഒഴുക്കാണ്. വളരെ ശക്തിയായിട്ടാണ് ഗംഗാദേവി ഒഴുകുന്നത്. കലങ്ങിയ വെള്ളമൊക്കെ ആയിട്ടാണ് ദേവി എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാഹ്നു മഹർഷി എന്ന് പറയുന്ന ഒരു മുനി ഉണ്ടായിരുന്നു. ഈ ജാഹ്നു മുനിയുടെ ആശ്രമം ദേവി എന്ത് ചെയ്തു? ആശ്രമത്തിലൂടെ ഒഴുകിയിട്ട് ഈ ആശ്രമം മൊത്തം നശിച്ചു. അപ്പോൾ ഈ ജാഹ്നു മുനിക്ക് വളരെയധികം ദേഷ്യം വരികയും ഗംഗാജലം മുഴുവൻ ഈ മുനി കുടിച്ചു വറ്റിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവഗംഗയ്ക്ക് മോചനമില്ല. അപ്പോൾ ഭഗീരഥൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതാകും. തന്നെയല്ല, ദേവഗംഗയാണല്ലോ, ദേവിയെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചേ മതിയാകൂ. അപ്പോൾ അങ്ങനെ ഭഗീരഥനും മറ്റ് ദേവന്മാരുമെല്ലാം കൂടെ ജാഹ്നു മുനിയെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യം, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഗംഗാദേവിയെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം എന്ന് അപേക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ അപേക്ഷ ജാഹ്നു മുനി കൈക്കൊള്ളുകയും അങ്ങനെ തൻ്റെ ചെവിയിൽ നിന്നും, ജാഹ്നു മുനിയുടെ ചെവിയിൽ നിന്നും ഗംഗാദേവിയെ മോചിപ്പിച്ചു. അങ്ങനെ മോചിപ്പിച്ച ദിവസം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ സപ്തമി തിഥിയിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഹ്നു മുനിയുടെ ഉള്ളിൽ നിന്ന് വന്നു, ചെവിയിൽ നിന്ന് വന്നു. അതുകൊണ്ട് തന്നെ ജാഹ്നു മുനിയുടെ പുത്രിയായിട്ടും ഈ ഗംഗാദേവി അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗാദേവിക്ക് മറ്റൊരു പേരുണ്ട്, ജാവ്നി എന്ന മറ്റൊരു പേരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ജഹ്നു സപ്തമി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗംഗാദേവി രണ്ടാമത് വീണ്ടും പുനർജനിച്ചു. ജാഹ്നു മുനിയുടെ ചെവിയിൽ നിന്നും വന്നതുകൊണ്ട് ദേവിക്ക് ജാഹ്നി എന്ന മറ്റൊരു പേരും കൂടെ ലഭിച്ചു. അപ്പോൾ ഈ ദിവസമാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ സപ്തമി. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഗംഗാ സപ്തമി എന്ന് പറയുന്നു. അപ്പോൾ ഈ ദിവസത്തെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തന്നെ വൈശാഖ മാസത്തിൽ നാരായണ പ്രാർത്ഥന, നാരായണ ജപം തുടരുന്നതിനോടൊപ്പം തന്നെ ഈ ദിവസത്തെ പ്രത്യേകത, അതായത് ചൊവ്വാഴ്ച ദിവസത്തെ പ്രത്യേകത കൂടി മനസ്സിലാക്കി ഗംഗാദേവിയെയും കൂടെ പ്രാർത്ഥിക്കുക. നമ്മൾ കുളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജലം, കുളിക്കുന്ന ജലം പുണ്യജലമാക്കി മാറ്റുന്നത് എന്നുള്ള വീഡിയോ ഞാനിതിനു മുമ്പ് ഇട്ടിരുന്നു. അതായത് കുളിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അങ്ങനെ കുളിക്കുമ്പോൾ നമ്മുടെ ഈ സപ്ത നദികളുടെയും സാന്നിധ്യം നമ്മുടെ ആ ജലത്തിൽ വരുത്തുന്നതിൻ്റെ ആ നാമമാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ രീതിയിൽ നമ്മൾക്ക് കുളിക്കാം. കുളിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗംഗാദേവിയെയും കൂടെ പ്രാർത്ഥിക്കാം. ഓം ഗംഗായേ നമ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ രീതിയിൽ പ്രാർത്ഥിക്കുക. ഏകാദശി വരുന്നു, ഏകാദശിക്കായി തയ്യാറെടുക്കുക. വീഡിയോ ഉടനെ ഇടാം. ഈ കഥയൊക്കെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും വൈശാഖ മാസത്തിൽ പരമാവധി സമയം നാരായണ ഭജനത്തിലിരിക്കുക. ഈ ദിവസങ്ങളുടെ പ്രത്യേകതകളും കൂടി മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.